സിനിമകളായാലും ശരി വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നുള്ളതായിട്ട് ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്തിട്ട്. ശരിയാണോ? തീർച്ചയായിട്ടും ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ചൊരു കാലം ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമയുടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുക? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്റെ അത്രയും ചെയ്തു. അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലറീസ് അല്ലെങ്കിൽ 800 കാലറീസിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയുന്നത്. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എന്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് ആൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞാൽ അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ട് നടന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻസ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ട മാതിരി മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു കംപ്ലൈന്റ് എനിക്ക്. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷനുണ്ട്. ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഞാൻ പറയണേ, എനിക്ക് ആസ് എന്താ പറയാ, ഒരു ഫോക്കസ് ഫിലിംസിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇവിടെയൊക്കെ വന്നു പോകും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തു കാണാം. അപ്പൊ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ യൂസ് ചെയ്തു. അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകി ചേർത്ത്. അപ്പൊ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വളരെ അരുണാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അത് ഒരിക്കലും അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പ്രശംസിക്കേണ്ട കാര്യമില്ല ഷൂട്ടിംഗ്. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. ആൻഡ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിലും എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിന് സൂട്ടാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീം കുമാർ. വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിന് ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത് ജോണി ആന്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷൂട്ടിലാണെങ്കിലും രഘുനാഥ് പലേരി ഞങ്ങളോട് സഹകരിച്ചു.
അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ഡെഫിനറ്റ്ലി സായി കുമാർ അദ്ദേഹവും ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോൾ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവര് ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിന് ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിന് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ബേസിക്കലി ഇന്ദ്രേട്ടനെ ശരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് ലൈക് ബേസിക്കലി I think Indranna also likes doing such kind of roles, and he knows like he's basically a very happy person. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഹാപ്പി ആയി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വളരെ അധികം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് മാരിവൽ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഇന്ദ്രേട്ടൻ്റെ ഒരു ന്യൂ പോർട്രയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവിയായിരിക്കും.